അപ്പം നമ്മളതിൻ്റെ തൂക്കം കാണിച്ചിട്ടുണ്ടല്ലോ, 6 കിലോ 850 ഗ്രാം. ഈ ഒരു മൂട് മഞ്ഞളുണ്ട്. ഇതിപ്പം എനിക്ക് തോന്നുന്ന കലയിലെടുത്തോണ്ട് വന്നത് തന്നെ അവർ കൊണ്ടുവന്ന ബുദ്ധിമുട്ടുകൊണ്ട് ചെറിയൊരു മൂടായിട്ട് എടുത്തോണ്ട് വന്നിരിക്കും. മഞ്ഞൾ കൃഷിയെ കുറിച്ച് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല ഇത് നമ്മൾ വിളവെടുപ്പ് സമയം ആയതുകൊണ്ട് നമുക്കിപ്പോൾ സംസാരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇന്ന ഒരു സമയമാണെങ്കിൽ അത് ചെയ്യുന്ന രീതികൾ ആദ്യം തൊട്ട് എങ്ങനെയാണ് മണ്ണ് പ്രിപ്പറേഷൻ ചെയ്യുന്ന മഞ്ഞൾ നടാൻ വേണ്ടിയിട്ട്, അത് എത്രമാത്രം അതിൻ്റെ വിത്ത് നടണം, എന്തൊക്കെ വളങ്ങളാണ് അടിസ്ഥാന വളമായിട്ട് നമ്മൾ കൊടുക്കേണ്ടുന്നത്, അതെല്ലാം നമുക്ക് കൃഷി ചെയ്യുന്ന സമയത്തായിരുന്നെങ്കിൽ ഒന്നുകൂടെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്കത് കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും ഞാൻ ഒരു തുടക്കം പോലെ അതിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. പിന്നെ ഇനി നമുക്ക് മഞ്ഞൾ നടുന്ന സമയത്ത് ഞാൻ വിളിക്കാൻ വന്നിട്ട് അതുകൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് സംഭാവനയായിട്ട് കാണിച്ചു കൊടുക്കുന്നത് അതാണ് വേണ്ടുന്നത്. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ പ്രഗതി എന്ന് പറയുന്ന ഹൈബ്രിഡ് മഞ്ഞളിൽ പ്രഗതി എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട മഞ്ഞളാണിത്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കുർക്കുമിൻ്റെ അംശമൊക്കെ വളരെ കൂടുതലുള്ളതാണ്. ഇതിപ്പോൾ നമ്മൾ വിളവെടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. വേണ്ടൊരു ഇന്നിപ്പോൾ ഒരു 50 കിലോളം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഒരു 200 കിലോയ്ക്ക് ഇന്ന് ഓർഡറുണ്ട്, അത് വരും. പിന്നെ ബാക്കി കുറേ കിളച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ കണ്ടല്ലോ അതുപോലെ. അപ്പം അങ്ങനെ ആണ് ചെയ്യേണ്ടത്. പിന്നെ മണ്ണൊരുക്കലാണ് ഏത് കൃഷിയായാലും അറിയാമല്ലോ, മണ്ണിൻ്റെ pH ലെവൽ ബാലൻസ് ചെയ്യുന്നതും. അത് ഏത് കൃഷിയായാലും തന്നെ pH കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കൃഷിക്കകത്ത് പരാജയപ്പെട്ടു എന്നേ പറയുന്നത്. pH ലെവൽ കറക്റ്റ് ചെയ്യുന്ന ഞാൻ പ്രത്യേകിച്ച് കലയോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഞാൻ നേരത്തെയൊക്കെ കുറേ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന രീതിയാണ്. ആദ്യം നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന മണ്ണാണെങ്കിൽ 1 സെൻറ്റ് സ്ഥലത്ത് കുറഞ്ഞത് ഒരു 2 കിലോ കുമ്മായം, അതല്ലെങ്കിൽ ഒരു 3 കിലോയോളം ഡോളമൈറ്റ്. ഇതാണ് നമ്മൾ 1 സെൻറ്റ് സ്ഥലത്ത് പുതിയതായിട്ടുള്ള സ്ഥലത്ത് ചെയ്യുന്നത്. പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ കുറേ കാലം കൊണ്ട് കൃഷി ചെയ്ത് കിടക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. pH നോക്കിയിട്ട് ചെയ്ത് മണ്ണ് പരിശോധിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മണ്ണ് പരിശോധിക്കാൻ നമുക്ക് അതിനകത്തുള്ള ആവശ്യം വേണ്ടുന്ന സൂക്ഷ്മ മൂലകങ്ങളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതിന് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മണ്ണ് പരിശോധനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല, അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ മിനിമം എല്ലാ മൂലകങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ മിനിമം 60 ദിവസമാണ് അവർ പറയുന്ന. 60 ദിവസം ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോഴത്തേക്കൊന്നും നമുക്ക് സാധാരണപ്പെട്ട കൃഷിക്കാർക്കൊന്നും ഇതിൻ്റെ കൃഷി ഇറക്കി കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ നമ്മൾ ചെയ്യുന്ന പറയും, ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന മണ്ണിലാണെങ്കിൽ നമ്മൾ പറയുന്നത് 1 സെൻറ്റിനകത്തൊരു 1.5 കിലോ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ്. കുമ്മായം ഡോളമൈറ്റും തമ്മിലും വ്യത്യാസമുണ്ട്. കുമ്മായത്തിനകത്തെന്ന് പറഞ്ഞാൽ കാൽസ്യം മാത്രമേ ഉള്ളൂ, ഡോളമൈറ്റിലെന്ന് പറഞ്ഞാൽ കാൽസ്യവും മെഗ്നീഷ്യവും. ഈ 2 മൂലകങ്ങളും കൃഷിക്ക് ആവശ്യമുള്ള കാര്യം. പിന്നെ ഓരോ മൂലകങ്ങളുടെയും പ്രത്യേകതകൾ സംസാരിക്കാൻ അതിന് കൂടുതൽ സമയമെടുക്കും. അപ്പം അതവിടെ നിൽക്കട്ടെ. ഞാനിത് നട്ട രീതി പറഞ്ഞുതരാം. ഇനി നടുന്ന രീതികൾ